ഹായ് ഗായ്സ്. അപ്പം നമ്മളിന്ന് എവിടെ പോകുന്നതെന്നറിയാവോ? ഇന്ന് നമ്മുടെ വായ്പുരമ്പലത്തിലെ പറ എഴുന്നള്ളിപ്പ് വരുവാണേ. നമ്മളത് കാണാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഇത് പറ എഴുന്നള്ളിപ്പ് കഴിയുമ്പോഴത്തേക്കും ഉച്ചയാകുമ്പം ഇവിടെ നമുക്കൊരു കാണിക്ക മണ്ഡപമുണ്ട്. ആ കാണിക്ക മണ്ഡപത്തിൻ്റെ അവിടെ ഇറക്കി പൂജയുണ്ട്. ഉച്ചയ്ക്ക് ഇറക്കി പൂജ കഴിഞ്ഞ് സദ്യ കഴിഞ്ഞ് അതിന് ശേഷം ഒരു 4 മണി 5 മണി സമയം തൊട്ടാണ് പിന്നെ അടുത്ത പറ എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഭഗവാനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഈ കാണുന്ന കാണിക്ക മണ്ഡപത്തിലാണ് ഇറക്കി പൂജ നടത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇറക്കി പൂജ കാണുന്നത്. ഇത്ര നാളായിട്ടത് കണ്ടിട്ടില്ല. അപ്പം അത് കാണാൻ വേണ്ടി കൂടെ വന്നതാണേ. അപ്പോൾ നമ്മുടെ ഭഗവാനെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഒരു വീട്ടിൽ പറ എടുക്കുന്നുണ്ട്. പറ എടുത്തതിന് ശേഷം നമുക്ക് ഈ കാണിക്ക മണ്ഡപത്തിൻ്റെ അവിടെയാണ് ഇറക്കി പൂജ നടക്കുന്നത്. ഒത്തിരി ആളൊന്നുമില്ല കേട്ടോ. കാരണം ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ആളൊക്കെ കുറവാണ്. നമ്മുടെ ആ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഉള്ളൂ. വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴായിരിക്കും നല്ല ആളുണ്ട്, നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഭഗവാനെ കൊണ്ടുവരുവാണേ. ഇറക്കി പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവരുവാണ്. എല്ലാ ആൾക്കാരും അത് കാണാനായിട്ട് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. നമ്മുടെ വായ്പുരപ്പനെ കൊണ്ടുവരുവാണേ. അപ്പോൾ ചെണ്ടമേളവും എല്ലാമായിട്ട് ഇറക്കാനായിട്ട് പോവുകയാണേ. ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒക്കെയാണ്. അപ്പം നമ്മുടെ ഭഗവാനെ ആനയുടെ മുകളിൽ നിന്ന് ഇറക്കി അകത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം നമുക്ക് സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടവും അവിയലും തോരനും സാമ്പാറും ഒക്കെ ആയിട്ട് നമ്മുടെ എൻ്റെ ചേട്ടനുണ്ട് വിളമ്പാനായിട്ട്. അതിനുശേഷം പായസം കുടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ വൈകിട്ടത്തേക്കുള്ള പരിപാടി നമ്മുടെ ചേട്ടൻ്റെയൊക്കെ പരിപാടിയാണ്. ചേട്ടനാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. പിന്നെ നമ്മുടെ അനിയൻ്റെ വക തമ്പോലം. ആർക്കെങ്കിലും തമ്പോലം ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പറും കൂടി ഇടാമേ. അപ്പം തമ്പോലം SRK തമ്പോലം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവരുടെ വക തമ്പോലം പരിപാടി ഉണ്ടായിരുന്നു. ചേട്ടൻ്റെയൊക്കെ പമ്പമേളവും അതുപോലെ തന്നെ അനിയൻ്റെയൊക്കെ തമ്പോലം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളുണ്ട്, കണ്ടില്ലേ? ഏകദേശം ഒരു 10 മണി 11 മണി സമയമായിരുന്നു. നല്ല ആളുണ്ടായിരുന്നു. എല്ലാവരും കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അനിയനാണ് കേട്ടോ. അനിയനും അവൻ്റെ ഫ്രണ്ട്സുമാണ്. അപ്പം അത് കേൾക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ ചുറ്റിനും കൂടി നിൽപ്പുണ്ട്. അമ്മയുടെയൊക്കെ ഹസ്ബൻഡിൻ്റെയും അമ്മയുടെയൊക്കെ പമ്പമേളം ഉണ്ടായിരുന്നു. ചുറ്റിനും ആളുകളെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുവാണ്. ഞങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഞങ്ങളും ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്നതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആൾക്കാരും കാണുന്നുണ്ട്. കുട്ടികളൊക്കെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. പൊന്നും അവരുടെ കൂട്ടത്തിൽ ഡാൻസ് കളിക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തുള്ളുന്നുണ്ട്. ചേട്ടന്മാരും എല്ലാം ആസ്വദിച്ച് കിടന്ന് തുള്ളുവാണ്. നമ്മുടെ കുടക്കാർ തുള്ളുവാണ്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നിയന്ത്രണം വിട്ടുപോകും. നമുക്ക് തന്നെ തുള്ളാനായിട്ട് തോന്നും. അത് കഴിഞ്ഞ് നമ്മുടെ ഭഗവാനെ കൊണ്ടുവരുന്നുണ്ട്. ഭഗവാന്റെ നമ്മുടെ ശിവലിംഗവും അതുപോലെ തന്നെ ആനയുടെ നെറ്റിപ്പട്ടവും വിളക്കും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ കണ്ടില്ലേ, നമ്മുടെ പൊന്നൂസ് ഫുൾ വൈബിലാണ് കേട്ടോ. പൊന്നൂസാണ് ലീഡ് ചെയ്യുന്നത്. അവന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പൊന്നൂസാണ് അവിടുത്തെ ലീഡ്. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും കൂട്ടത്തിലെ പൊന്നു ലീഡ് ചെയ്ത് തുള്ളിക്കൊണ്ട് നിൽക്കുവാണ്. തുള്ളി ആശാന് വയ്യാതായി. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.